ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കാൽച്ചായക്ക് മുട്ട പുഴുങ്ങിയതും നല്ല ബിസ്ക്കറ്റും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഹോർലിക്സും ആണ് കേട്ടോ. അപ്പം നമ്മൾ ഹോർലിക്സ് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ച ആ പാത്രത്തിൽ അപ്പം നമ്മൾ ഹോർലിക്സ് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പൊന്നു മക്കളെ, ഹോർലിക്സ് എനിക്ക് വല്ലാത്ത ക്ഷീണം. അന്നേരം ചോറൊന്നും കഴിച്ചില്ല. ഭയങ്കര ഒന്നിനും വേണ്ടാന്നൊരു തോന്നൽ. നിങ്ങളിന്നെ പിരാക്കിയിട്ടേക്കാരം. എല്ലാവരും തിന്നൽ എന്ന് മാത്രമല്ല പറഞ്ഞ് അപ്പോൾ തിന്നലില്ലാതായിപ്പോയി. കമൻറ്റിൽ തീറ്റന്നുള്ളൂ പറഞ്ഞ് തിന്നലും ഇല്ലാതായി. ഇന്നലെ രാത്രി മക്കളെ പട്ടിണി കിടന്നിക്കണം, ഒന്നും ആവശ്യമില്ല. നല്ല കോഴിമുട്ട വേണമെങ്കിൽ എന്നോളി. നല്ല പ്രോട്ടീനും നല്ല കാൽസ്യം ഉണ്ടാവും. അങ്ങനെ പച്ചക്കോളി ഇടോടാ, അത് നുറുക്കിച്ചിക്കണം സൂപ്പിടാൻ. പോസ്റ്റ് വേണം, ഹോർലിക്സ് വേണം മക്കളെ. ആ മക്കളെ, കോഴികൾക്ക് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ കൊടുക്കുക. ഇന്നലെ രാത്രി എടുത്ത ചോറാട്ടോ, കഴിച്ചേ ഇല്ല. അത് എത്രയേ എടുത്തുള്ളൂ, 2. അപ്പോൾ അവർ വന്നിട്ടുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോവാണ്. വരുമ്പോൾ കുറേ പൂവിട്ടുണ്ട്. എന്നാ പൊന്നെ മക്കളെ, എന്നാ കഴിച്ചോളൂ. അപ്പോൾ രാത്രിക്കൊക്കെ ഭക്ഷണം എന്നാ എൻ്റെ കാക്കച്ച് അവർക്ക് മാറ്റി വെച്ചതാട്ടോ. കഴിച്ചോളിട്ടാ എന്നിട്ടാ. അപ്പോൾ അവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ നല്ല ദാഹമല്ലേ, കുറേ കഴിയുമ്പത്തിന് കുടിച്ച് കഴിയും കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നേരെ ഒഴിച്ചു കൊടുത്ത വെള്ളം ഒന്ന് മാറ്റണം, വേറെ പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിന്നോളി, ഇതൊക്കെണോ നമ്മളെ അമര ഉണ്ടാവണൊക്കെ പൂവെല്ലാം ഇട്ടുണ്ടല്ലേ. അപ്പം അവർക്ക് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്തു നമ്മളെ. എന്തൊക്കെയോ പ്ലേറ്റിൽ വെള്ളമൊക്കെ ഒഴിച്ചു. ഇന്നലെ അങ്ങനെ വെച്ചില്ലേ, ചെടിക്ക് തുള്ളി വെള്ളമൊക്കെ ഒഴിച്ചു. രാവിലെ ആ പണി ചെയ്താൽ പിന്നെ വെയിൽ വരുമ്പോഴത്തേനെല്ലാം കൂടെ ആ കൂർക്കച്ചെടി വെള്ളം ഒഴിച്ചു കൊടുക്കുക.
തക്കാളി തൈരും തുള്ളി വെള്ളം ഒഴിച്ചെടുക്കും. കറിവേപ്പിലയും ചീരൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. എല്ലാ സ്ഥലത്തും എല്ലാവും ഉണ്ട്. രണ്ടാളതാ കമ്പിമ്മ ഇരിക്കണോണ്ടോളതാ. ചട്ടിയിൽ സൂറാപ്പി കുഴിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണങ്ങിയിട്ട് ഞാൻ വെച്ചിട്ടിട്ട് ഞാൻ വേറെ കുഴിച്ചിട്ടാണ്. ഇതാണ് ബർമി. നമ്മളെ കുട്ടികൾക്ക് ബുദ്ധിയില്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് എനിക്ക് തന്നിരുന്നു കേട്ടോ. ചെറുപ്പത്തിൽ എനിക്ക് ബുദ്ധി കൂടാൻ വേണ്ടിയിട്ട്. അത് ആകെ വാടി കുലച്ചിരിക്കണ്. അവർക്കൊക്കെ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കാൻ എൻ്റെ പണി. കറ്റർവായാലും ചെടിയായാലും എല്ലാവർക്കും എത്തിക്കണം വെള്ളം. ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ എല്ലാം ചെയ്യുന്നുണ്ട്. വിത്തായി അത് പറിച്ച് വെക്കണം കേട്ടോ. അടുത്ത കൊല്ലത്തേക്ക് ഉണ്ടാക്കണമല്ലോ. കാന്താരി മുളക് പൂവൊക്കെ ഇട്ടിക്കണല്ലേ. മൂത്തതൊക്കെ ഇങ്ങനെ പറിച്ച് വെച്ചാൽ തൊടുമ്പത്തിന് ചുരുള് പുഴുവിനും ആയി ചുരുണ്ടല്ലേ. അമര നമ്മൾ പറിച്ച് ഉണങ്ങിയിട്ട് കുറ്റിപ്പോൾ സ്ഥലമില്ലാത്തവർക്കൊക്കെ അമര അങ്ങനെ ഉണ്ടായി എന്നാണ്. പക്ഷേ ഇതിവിടെ പാകിയാൽ അവിടെ ഉണ്ടായിക്കോളൂ ശ്രമം. ഇത് നമ്മളെ മൾമറി ചെറിയൊരു ചുള്ളി കുഴിച്ചിട്ടാണ്. ചെടികളൊക്കെ ഇതൊക്കെ ഈ ഉണങ്ങിയ ഇലക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. എല്ലാതും ഉണ്ട്. റോസാണ്, വൈറ്റ് റോസ്. പൊന്നു മക്കളെ, അതിക്ക് ഞാൻ ഇത്രയൊന്നും ഉഷാറായി ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല. അങ്ങനെ ഇത് മധുര തുളസിയാണ്. ഞാൻ കഴിച്ചാണ്. ഇരട്ടി മധുരമാണ് കേട്ടോ. ഇരട്ടി മധുരത്തിൻ്റെ കാര്യം. കഴിച്ചോളി വെള്ളം കുടിക്കുക. ചീരൊക്കെ കതിരിട്ടുക്കും. കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.